പ്രഭാഷകന്റെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ അവിടെ മനോഹരമായ ചില പാഠങ്ങൾ നമ്മുടെ ജീവിതത്തിന് വേണ്ടി ദൈവത്തിൻ്റെ വചനം നൽകുന്നുണ്ട്. പ്രധാനമായും പല കാര്യങ്ങളുണ്ടെങ്കിലും ഞാൻ എൻ്റെ ശ്രദ്ധയിൽ പെട്ടെന്ന് പതിഞ്ഞ ചില കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരികയാണ്. അതായത് പ്രപഞ്ചം മുഴുവൻ ദൈവത്തിൻ്റെ മഹത്വം വിവരിക്കുന്നു എന്ന് വളരെ വിശദമായി പ്രതിപാദിച്ചതിന് ശേഷം ഇതെല്ലാം കാണുന്ന നമ്മൾ ദൈവത്തെ സ്തുതിക്കണം എന്ന് ഈ പ്രഭാഷകൻ നമ്മളോട് പറയുകയാണ്. എല്ലാം സൃഷ്ടിച്ച അവിടുന്ന് മഹത്വപൂർണനാണ്. 43 അധ്യായം 29 മുതൽ അവിടുന്ന് ഭീതിതനും മഹാമഹനുമാണ്, അവിടുത്തെ ശക്തി വിസ്മയകരമാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? 30 മുതലുള്ള വാക്യങ്ങൾ, കർത്താവിനെ നിങ്ങൾക്ക് കഴിയുന്നിടത്തോളം നിങ്ങൾ മഹത്വപ്പെടുത്തണം. അവിടുത്തെ പുകഴ്ത്തുന്ന നിങ്ങൾ നിങ്ങളുടെ സർവ്വശക്തിയും എടുത്ത് പുകഴ്ത്തണം, ഒരിക്കലും തളരരുത്. എന്തെന്നാൽ ദൈവത്തിൻ്റെ